ആലപ്പുഴ. എന്നിട്ട് പൊന്മുടി കയറാൻ പറ്റിയില്ല. അവിടെ ആയിട്ട് പൊന്മുടി നമുക്ക് കാണാം. കൈയൊക്കെ നല്ല രസമായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ലൈക്ക് അടിച്ചോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു റൈഡ് പോവുകയാണ്. റൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ലോങ് ഒന്നുമല്ല പോകുന്നത്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ പൊന്മുടിയിലേക്കാണ് പോകുന്നത്. എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 35-36 കിലോമീറ്ററേ ഉള്ളൂ. സോ അവിടെ ഇപ്പോൾ കയറ്റി വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ തന്നെ എല്ലാ ജില്ലകളിലും ടൂറിസ്റ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ എല്ലായിടും ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാത്രം കയറ്റി വിടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് റീസൺ എന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമാണ് ഞാൻ പോകുന്നത്. കുറേ പേര് പുറത്തുനിന്നായിരുന്നാലും പൊന്മുടി കാണാൻ വന്നിട്ട് കയറ്റി വിടാതെ ഇങ്ങനെ പോകുന്നൊരു സിറ്റുവേഷനാണ്. അപ്പം എന്താണെന്ന് അറിയില്ല. പോയി ചോദിച്ചു നോക്കാം ജസ്റ്റ് അല്ലേ. Yo, what is up signing on? Welcome back to my channel. It's me, Basudhar. പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊന്മുടിയിലേക്ക് പോവുകയാണ്. വിത്ത് നമ്മുടെ ലുക്കി ബേബിയുടെ കൂടെയാണ് പോകുന്നത്. സോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു സോളോ റൈഡാണ്. കയറ്റി വിടോ ഇല്ലയെന്ന് അറിയത്തില്ല. പൊന്മുടിയിലേക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, കയറ്റി വിടത്തില്ല. അപ്പോൾ അതെന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ചർച്ച ചെയ്യാൻ അവരുടെ ചോദിച്ചു നോക്കാം എന്താണ് കയറ്റി വിടാത്തത്. കാരണം ഇത്രയും ദൂരത്തു നിന്നൊക്കെ ആൾ വന്നിട്ട് കയറാൻ പറ്റാതെ തിരിച്ചു പോകുന്നത്. അത് പോയിട്ട് ഇന്ന് എക്സ്പെഷ്യലി സൺഡേ ആണ്. അപ്പോൾ ഇഷ്ടംപോലെ സഞ്ചാരികൾ പറഞ്ഞ ദിവസമാണ്. അവർ വന്നിട്ട് ചുമ്മാ പോവുകയാണ്. സോ അവിടെ പോയിട്ട് നമ്മളെ കയറ്റി വിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് കല്ലാറിലിറങ്ങി ഒരു സ്നാനം ചെയ്തിട്ട് തിരിച്ച് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇന്ന് ഫുൾ ഷൂട്ടാകും നമ്മുടെ ഹീറോ 9ലാണ്, ഗോപ്രോ ഹീറോ 9ലാണ് ഷൂട്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റി എല്ലാം ഒന്ന് നൈസിന് നോക്കുക. അതുപോലെ 1080ലാണ് എടുക്കുന്നത്, 4Kയിലല്ല എടുക്കുന്നത്. സോ ഫുൾ വാച്ച് ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി കിട്ടുക. എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം ആവശ്യം വരും. ഓക്കെ. ഓപ്പൺ അല്ലേ? അത് എന്ന് ഓപ്പണാവും? 2 മാസം കഴിയില്ലേ? അല്ലാതെ ഇപ്പം KTDC പറഞ്ഞാലേ കയറാൻ കഴിയും? KTDC അവിടെ റൂം ബുക്ക് ചെയ്താലേ കയറാൻ കഴിയും സാർ? KTDC പോകല്ലേ? അല്ലെങ്കിൽ 2 മന്ത് കഴിയൂല്ലേ? 2 മന്ത്സ് കഴിയും. താങ്ക് യു സാർ. പെട്ടു എന്നല്ല, എല്ലാവരും പെട്ടു. സോ ഗൈസ്, എല്ലാവരും പെട്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ 2 മന്ത്സും കൂടെ കഴിയും എന്നാണ് പറയുന്നത്. അയക്കണ്ട. അതേപോലെ ടൂറിസത്തിന് ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നോട്ട് അലൗഡാണ്. ഇത് ചെയ്യാല്ലേ? വെറുതെ പെട്രോൾ അടിച്ച് നമ്മളിങ്ങനെ ഇവിടെ കാണാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഫുൾ ക്ലോസ്ഡ്. എന്നാ പറയാനാ. നമ്മൾ നേരെ പറഞ്ഞത് പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒന്നും താളം തെറ്റാതെ കല്ലാറിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് ബൈക്സൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. താഴത്തോട്ടേക്ക് പോവാം. ഇത് ഡേഞ്ചർ പിടിച്ച പാതയാണല്ലേ. അപ്പോൾ അവിടെ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള വഴിയാണ്. അവിടെ കൂടെയൊക്കെ എങ്ങനെയെങ്കിലും സാഹസികരമായിട്ടൊക്കെ ഇറങ്ങണം. പക്ഷേ ഇതൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് സാഹസികത കാണിക്കാൻ തോന്നുന്നില്ല. നമുക്ക് വേറൊരു വഴിയുണ്ട്, അവിടെ ഇറങ്ങാം. ആ വന്ന കാർസ് എല്ലാം തിരിച്ചു പോകണേ ഗൈസ്. അതെന്ത് ചെയ്യാനാ? എണ്ണയടിച്ച് സിറ്റിയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ അടുത്തുള്ള ജില്ലയിൽ നിന്നൊക്കെ ആയിരിക്കും പറഞ്ഞത് ഇവരെല്ലാവരും. ബേക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക, മിററിൽ കൂടെ കാണാമോ. അപ്പം വെറുതെ ആയിട്ട് പോവുകയാണ് ഇവർ. എന്ന് വെച്ചാൽ എന്താ ഹോളിഡേ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷേ വേറൊരു കേസ് പൊന്മുടിയിൽ മഞ്ഞൊന്നുമില്ല. എന്നാലും അവർ ഒന്ന് ആസ്വദിക്കാമല്ലോ, ഫ്രീ ടൈമേ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഇതിപ്പം കാറിനകത്തിരുന്നുള്ള എൻ്റർടൈൻ മാത്രമായി പോകും. കല്ലാറിൽ
ഇറങ്ങി കുളിച്ചിട്ട് നൈസായിട്ട് പോവാം. അത് മാത്രമേ ഇപ്പോൾ നമുക്ക് നടക്കത്തുള്ളൂ. ഈ കാണുന്ന പ്ലേസ് ഇല്ലേ ഗൈസ്, ഈ കാണുന്ന പ്ലേസ് ഇതിനകത്തൂടെയാണ് പണ്ട് നമ്മളെ ടീംസ് എല്ലാം കുളിക്കാൻ പോകുന്നത് കേട്ടോ. അവന്മാർ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു റിസോർട്ടാണെന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ ഫുൾ ക്ലോസ്ഡ് ആയി ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. അയ്യന്മാരെ കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടാണ് അയ്യന്മാരെ? ഇതുവഴി നമ്മൾ പണ്ട് കുളിക്കാൻ പോയിക്കൊണ്ടിരുന്നത് കണ്ടാ, ഫുൾ ക്ലോസ്ഡ് ആയി. ഇനി അതുവഴിയുള്ള കുളി ഇതൊന്നും നടക്കത്തില്ല ഗൈസ്. ഇവിടെ ഇത്രയ്ക്ക് സീനാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതാ ഇവിടെ ഈ ഒരു മരമൊക്കെ പൊഴുതു വീണ് വൻ ബഹളത്തിൽ കിടക്കുക. എൻ്റെ അപ്പോ വൻ സീനാണല്ല. മുമ്പ് നമ്മളിത് വഴിയെ കുളിക്കാൻ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം എന്താ ഇവിടെ ഈ ഒരു വലിയ മരം വീണിട്ട് വൻ സീനായി കിടക്കുക. ഗൈസ് ഇപ്പോൾ നൈസിന് നമുക്ക് താഴോട്ട് ഇറങ്ങാം. എന്തായാലും വന്നതല്ലേ, പൊന്മുടി കേസ് മുണ്ടിയാവും നമുക്ക് മുമ്പേ അറിയാമായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയേക്കാം. അയാൾ എവിടെ നിന്ന് അറിയാം? ആലപ്പുഴ. എന്നിട്ട് പൊന്മുടി കയറാൻ പറ്റിയില്ല. ഗൈസ് കണ്ടില്ലേ, ആലപ്പുഴ ഞാൻ നേരത്തെ പോകല്ലോ, പല ജില്ലയിൽ നിന്ന് ആളുകൾ വരികയാണ്, പക്ഷേ പൊന്മുടി കയറാൻ പറ്റാതെ തിരികെ പോകുന്ന ഒരു അവസ്ഥയാണ്. ഇനി രണ്ട് മാസം കഴിയുമെന്നാണ് പറയുന്നത് ഓപ്പൺ ആവാൻ. എന്താണെന്ന് കറക്റ്റ് അവർ പറയുന്നില്ല. ഈ ലോക്ക്ഡൗൺ കാരണം അതാണ്. പക്ഷേ ബാക്കിയുള്ള ജില്ലകളിലെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ നിന്ന് ഇപ്പോൾ എല്ലാവരും വാഗമണാണ് പോകണേ. വാഗമണ ഫുൾ ഓപ്പൺ ആണ്. അങ്ങനെ നമ്മുടെ കല്ലാർ സ്നാനത്തിലെത്തി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. കല്ലാറിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പം പൊന്മുടി പോകാൻ പറ്റിയിട്ടില്ല. കല്ലാറിൽ അവസാനം വരേണ്ടി വന്നു. നേട്ടിക്കുന്ന ഷൂസ് ഇല്ലേ, ഭയങ്കര ടാസ്ക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഗ്രിപ്പില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കല്ലാറിലാണ്, ട്രിവാൻഡ്രം ജില്ലയിലെ കല്ലാറിലാണ്. നിങ്ങൾ നേരത്തെ കണ്ടപോലെ പൊന്മുടി കയറാൻ പോയപ്പോൾ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഫൈനലി നമ്മൾ കല്ലാറിൽ വന്ന് നിൽക്കുകയാണ്. സൗണ്ട് കേൾക്കുമെന്ന് അറിയത്തില്ല, കാരണം നമ്മുടെ ഈ ഒരു ഒഴുക്കിൻ്റെ ഭയങ്കര സൗണ്ട് ഉണ്ട്. അപ്പം എന്താ പറയുക, നിങ്ങൾ നേരത്തെ കണ്ടപോലെ പല ജില്ലയിൽ നിന്ന് ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. കയറാൻ കഴിയാതെ വെറുതെ പോകണം. വേറൊരു കാര്യം ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ പൊന്മുടിയിൽ ഇപ്പം മഞ്ഞൊന്നുമില്ല. ഈ ഒരു സീസണിൽ മഞ്ഞില്ലായിരുന്നു. ലോക്ക്ഡൗണിൻ്റെ ടൈമിലായിരുന്നു ഫുൾ മഞ്ഞ്, ഭയങ്കര മഞ്ഞായിരുന്നു. കണ്ടുകൊണ്ട് പറയുകയാണ്, തള്ളി മറിയുന്നതല്ല. സോ അപ്പം ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് മഞ്ഞില്ല. പിന്നെ അവിടെ കയറി കാണാനും വലുതായിട്ടൊന്നുമില്ല. ആരും എനിക്കൊന്നും വരണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ, കാരണം എണ്ണയും കളഞ്ഞ് വന്നിട്ട് അവർ കയറ്റത്തുമില്ല. പിന്നെ കയറാൻ ഒരു വഴിയുണ്ട്. ആ വഴി എന്ന് പറയുമ്പോഴത്തേക്കും KTDCയിൽ റൂം ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കയറാൻ കഴിയും. ഇപ്പോൾ എനിക്കൊന്ന് റൂമിന് 2500 രൂപ കൊണ്ടാണ്. അവിടെ റൂം ബുക്ക് ചെയ്ത് കാണാനും എനിക്കൊന്നൊന്നുമില്ല, കാരണം മഞ്ഞില്ല. മഞ്ഞുണ്ടെങ്കിൽ പൊന്മുടിയെ കാണാൻ കൊള്ളത്തുള്ളൂ. അതിനുള്ള കേസ് പറയുക, മഞ്ഞുണ്ടെങ്കിൽ മാത്രമേ പൊന്മുടിയെ കാണാൻ കൊള്ളത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു എനിക്ക് തോന്നുന്നു അവിടെ നിന്നത് ഫോറസ്റ്റുകാരാണ് കേട്ടോ. ഫോറസ്റ്റുകാരാണ്, പോലീസുകാരല്ല അവിടെ നിന്നവർ. മാന്യമായിട്ടുള്ള സംസാരം വരുന്നത് കയറാൻ കഴിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോൾ കയറാൻ കഴിയും. അപ്പോൾ പറഞ്ഞു 2 മാസം കഴിഞ്ഞ ശേഷം മാത്രമേ കയറാൻ കഴിയത്തുള്ളൂ ഗൈസ്. 2 മന്തും കൂടെ കഴിഞ്ഞാലേ കയറാൻ കഴിയത്തുള്ളൂ. എനിക്കൊന്ന് ജനുവരി ഫെബ്രുവരി ആവും. എനിക്ക് നെക്സ്റ്റ് ഇയർ മാത്രമേ പൊന്മുടി കയറാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആരും എനിക്കൊന്ന് പൊന്മുടി കയറാൻ വേണ്ടി വരേണ്ട. കല്ലാർ ഓക്കെ, മീൻമുട്ടിയും തുറന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. കല്ലാറിൽ നിങ്ങൾക്ക് ഇറങ്ങി കുളിച്ചിട്ട് പോകാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ അതുപോലെ അവിടെ കയറ്റി വിടാത്തതിനുള്ള കാരണമായിട്ട് നമ്മുടെ ഇടയിലുള്ള പയ്യന്മാരെല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് അവരുടെ അടുത്ത് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവർ പെട്ടെന്ന് പോകാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ അവിടെ കുളച്ചിക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കുറേ പേര് താമസിക്കുന്നുണ്ട് കേട്ടോ. അവിടെ തൊഴിലാളികളും കുറേ പേര് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അവിടെ സ്പ്രെഡായിട്ടില്ല. നമ്മുടെ കൊറോണ അവിടെ എവിടെയെങ്കിലും സ്പ്രെഡായിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ പറയുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ അറിയത്തില്ല. എന്നിരുന്നാലും അവിടെ ഉള്ളവർ നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്ന് ജോലിക്കൊക്കെ വരുന്ന കുറേ പേരുണ്ട്. സോ അത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ആ ഒരു എക്സ്ക്യൂസിൽ. സോ അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടില്ല. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാഗമണാണ് എല്ലാവരും പോകുന്നത്. പാഞ്ചാലിമേട് അതുപോലുള്ള എല്ലാ സ്ഥലങ്ങളും തുറന്നിട്ടുണ്ട്. വയനാടായിരുന്നാലും ഓക്കെ കുറേയൊക്കെ തുറന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഭയങ്കര റെസ്ട്രിക്ഷനാണ് നടക്കുന്നത് ഗൈസ്. ഇതെന്ന് മാറുമെന്ന് അറിയത്തില്ല. 2 മന്താണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മുടെ കടലും എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആയിട്ടില്ല ഗൈസ്. ഓപ്പൺ ആവുമായിരിക്കും, ഇല്ലയോ? മൊട്ടം വെയിലെന്ന് പറഞ്ഞാൽ മൊട്ട വെയിലാണ്. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് സ്കൂട്ടാവാൻ പോവുകയാണ്. ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര വെയിലാണ്. വേർത്തൊരു പരുവായി. നമ്മുടെ സാധന ജംഗമ വസ്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട്.
ഗൈസ് ഒരു രക്ഷയില്ലാതെ തണുപ്പാണ് കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ നല്ല ജിൽ ജിൽ ഐസായിട്ട് കിടക്കുകയാണ്. ഭയങ്കര തണുപ്പായിട്ട് കിടക്കുകയാണ്. ഇവിടെ ഒരുപാട് ഫാമിലീസ് എല്ലാം വന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആർക്കും പൊന്മുടി കയറാൻ കഴിയത്തില്ല. ആ ഒരു വിഷമം മാത്രമാണ്. ഇഷ്ടംപോലെ ഫാമിലീസ് വന്ന് കല്ലാറിൽ വന്ന് കുളിച്ചിട്ടങ്ങ് പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുളിക്കണമെന്നുണ്ട്, പക്ഷേ എക്യുപ്മെൻറ്റ്സ് ഇല്ല ഗൈസ്. അപ്പം നമുക്കിനി പോയി കളയാം. അവിടെ ആയിട്ട് പൊന്മുടി നമുക്ക് കാണാം. സ്കൈയൊക്കെ നല്ല രസമായിട്ട് കിടപ്പുണ്ട് കേട്ടോ. നമ്മളവിടെ പോലെ അങ്ങനെ കല്ലാറിന്ന് കയറി വിട പറയാൻ പോവുകയാണ്. കല്ലാറ് നേരെ വീട്ടിലോട്ട്. സോ ലൂക്കി ബേബി ഈ സ്കൂൾ ഗൈസ്. അപ്പോൾ നമുക്കിനി എന്തായാലും വീട്ടിലേക്ക് പോവാം. പ്രത്യേകിച്ച് പൊന്മുടി പറഞ്ഞ ഒരാളെ അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇങ്ങനെ വരിക, കല്ലാറിലിറങ്ങാൻ കാലിനൊക്കെ പോകും. അവിടെ ഒരു ഇണക്കുരുവികളൊക്കെ നിൽക്കുന്നുണ്ട്. ഗൂയ്സ് നമുക്ക് പോവാം. ഓക്കെ, പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും പൊന്മുടിയിൽ പറഞ്ഞവരില്ല എന്തോന്ന് ആഗ്രഹിച്ച് വരണ്ട. കാരണം ഇവിടെ ഒന്നും കിട്ടാനില്ല. ഇനി 2 മാസത്തേക്ക് കയറ്റില്ല എന്നാണ് പറഞ്ഞത്. 2 മാസം എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. 2 മന്ത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അവിടെ ഉള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന് പണിയെടുക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം കൊറോണ കേസൊക്കെ ഉള്ളതാണ്. അതെന്ത് ന്യായമാണെന്ന് എനിക്കൊരു പിടുത്തരിഞ്ഞ് വേറെ വല്ല റീസൺസ് ഇതിൻ്റെ പിറകിൽ ഉണ്ടാകുന്ന എനിക്ക് അറിയത്തില്ല. അപ്പം ഇതിനെക്കുറിച്ച് ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പൊന്മുടി തുറക്കട്ടെ, നമുക്ക് എല്ലാവർക്കും കയറാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഇതുപോലെ ഇഷ്ടം പോലെ റൈഡേഴ്സും അതുപോലെ തന്നെ ഫാമിലീസാണ് ഒരുപാട് വരുന്നത്. കാരണം വീട്ടിൽ നിന്ന് ഭ്രാന്തായി വർക്ക് ഫ്രം ഹോമൊക്കെ കഴിഞ്ഞ് വട്ടായിരിക്കുന്ന ഒരു ഞായറാഴ്ച സ്പെൻഡ് ചെയ്യാമെന്നും പറഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ ഇട്ട് നോക്കിയാൽ ഗൈസ്, അത് ഏത് കുന്നാണെന്ന് ഒരു പിടുത്തമില്ല. എന്തായാലും സൂപ്പറായിട്ടാണ് സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞായിരിക്കും പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻസൊക്കെ ഇങ്ങനെയാണ്. ഒരു ഇതും ഇല്ലാതെ കിടക്കുകയാണ്. അതുപോലെ തന്നെ വലുതായിട്ട് മിസ്റ്റൊന്നും ഇല്ല കേട്ടോ. വലുതായിട്ട് നമുക്ക് മഞ്ഞൊന്നും കാണാനില്ല. ഭയങ്കര വെയിലാണ്. ചേച്ചിപ്പം പറഞ്ഞ വഴിക്ക് അങ്ങോട്ട് പോയപ്പോഴും ശ്രദ്ധിച്ചൊരു കേസായിരുന്നു. ഇവിടെ ഒരു കിടിലൻ സീനറി ഉണ്ടെന്ന് വെച്ചാൽ ഒരു അടിപൊളി സീനറി ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് തന്നെ കാണിച്ചു തരാം കേട്ടോ. അത് സൂം ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. ഒരു രക്ഷയില്ലാത്ത സീനറിയാണ് കേട്ടോ. അടിപൊളി. ആ ഒരു മലയും അതുപോലെ മേഘങ്ങൾ കിടക്കുന്നതും. എൻ്റെ അമ്മോ, ലൈക്ക് അടിച്ചോ. ഏകദേശം വെയിൽ ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലൈറ്റിൻ്റെ കേസെന്ന് അറിയത്തില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാരണം കുറേ പേരുടെ മനസ്സിൽ കൺഫ്യൂഷനാണ് പൊന്മുടി വന്നിട്ട് കയറാൻ പറ്റാതെ പോകുമോ ഇല്ലേ എന്നുള്ളത്. സോ അത് ഏറെക്കുറെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തെളിയിച്ച് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 2 മന്ത്സ് വേണം അതിന് പൊന്മുടിയിൽ മണ്ടയിലോട്ട് കയറുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിസോർട്ടിൽ ബുക്ക് ചെയ്ത് കയറി പോകുന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽ ബട്ടൺ നോക്കിയാൽ ഈ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പുതിയ പുസ്തകം പുതിയൊരു ആളുമായി ഒരിക്കും. ഇറ്റ്സ് മീ വാസുദേവ് സൈനിങ് ഓഫ്. ബൈ.